ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാൻ മേഘ ചതുർവേദി. ഇന്ന് ഞാൻ സോറിയാസിസിൽ നിങ്ങളുടെ ഒരു വലിയ പ്രശ്നം പരിഹരിക്കാനാണ് വന്നത്. കാരണം ചൂട് കൂടുന്നതോടെ നമ്മുടെ വിയർപ്പ് കൂടാൻ തുടങ്ങുകയും അത് കൂടുതൽ പുറത്തുവരുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ചൊറിച്ചിൽ വർദ്ധിക്കുകയും നമ്മുടെ സോറിയാസിസിൽ ചൊറിച്ച് പൊള്ളിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം രക്തസ്രാവം കൂടി ഉണ്ടാകുന്നു. എപ്പോഴെങ്കിലും സോറിയാസിസ് രോഗിക്ക് ഈ പ്രശ്നം നേരിടേണ്ടി വന്നിരിക്കും എന്ന് ഞാൻ ഉറപ്പാണ്. കാരണം അവർക്ക് വളരെ കഠിനമായ ചൊറിച്ചിൽ ഉണ്ട്. ഇതുമൂലം വരണ്ടതായി മാറുന്നു. ഇതുമൂലം അവ ചൊരിയുകയും രക്തസ്രാവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ ഇത് ഇങ്ങനെ ഒഴിവാക്കും. പരിഹാരം എന്തായിരിക്കും? ശരി, ആദ്യത്തെ കാര്യം നിങ്ങൾ ഹൈഡ്രേഷൻ സ്ഥിരമായി നിലനിർത്തുക എന്നതാണ്. നിങ്ങൾ എത്ര ഹൈഡ്രേഷൻ നിലനിർത്തും, അതായത് നിങ്ങൾ എത്ര വെള്ളം കുടിക്കും? ദാഹിച്ചാലും ഇല്ലെങ്കിലും കൃത്യമായി വെള്ളം കുടിക്കണം. നിങ്ങൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കും. ഉള്ളിലെ ഹൈഡ്രേഷൻ സൂക്ഷിക്കുക. നിങ്ങൾ മുകളിൽ നിന്നും ഹൈഡ്രേഷൻ നിലനിർത്തണം. ഹൈഡ്രേഷൻ നിലനിർത്താൻ ഇപ്പോൾ എന്താണ് ആവശ്യം? ചൂടുവെള്ളം ഉപയോഗിക്കരുത്. തണുത്ത വെള്ളം ഉപയോഗിക്കരുത്. അധികം തണുത്തതായിരിക്കരുത്. താപനില 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അതോടൊപ്പം നിങ്ങൾ കുളിക്കുമ്പോൾ സോറിയാസിസ് സൗഹൃദമായ ബോഡി വാഷുകളെയോ സോപ്പുകളെയോ മുൻഗണന നൽകണം. ഇത് നിങ്ങളുടെ ചർമ്മത്തെ വരണ്ടതാക്കരുത്. പാച്ചുകൾ വലിച്ചെടുക്കരുത്. പാച്ചുകൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ചൊറിച്ചിലും വേദനയും ഉണ്ടാക്കൂ. അപ്പോൾ നിങ്ങൾ ചൊറിയുകയും രക്തസ്രാവം ഉണ്ടാക്കുകയും ചെയ്യും. അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിയയുടെ ബോഡി വാഷ് ഉപയോഗിക്കാം. സോറിയാസിസ് രോഗിയുടെ ചർമ്മം പരിഗണിച്ചുകൊണ്ടാണ് ഈസിയ ബോഡി വാഷ് നിർമ്മിച്ചത്. വരൾച്ച, പാടിപ്പോയൽ എല്ലാം നിയന്ത്രിക്കപ്പെടും. പാടുകൾ വലിച്ചെടുക്കപ്പെടാതിരിക്കുമ്പോൾ ചൊറിച്ചിൽ ഉണ്ടാകില്ല, പിന്നെ രക്തസ്രാവം ഉണ്ടാകില്ല. നിങ്ങൾ കുളിക്കുമ്പോൾ ഒരു കോട്ടൺ തുണിയോ ടവലോ ഉപയോഗിച്ച് നന്നായി തുടച്ചു വാരുക. കോട്ടൺ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ചർമ്മത്തിൽ അധികം ഉരസേണ്ടതില്ല. ഇത് വളരെയധികം ചൊറിയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും കൊക്കോനട്ട് ഓയിലും കലർത്തി നിങ്ങളുടെ ശരീരത്തിൽ പുരട്ടാം. അതുവഴി ഈർപ്പം നിലനിർത്താം. സിയയുടെ ബോഡി ലോഷൻ പ്രയോഗിക്കുമ്പോൾ അത് ദീർഘകാലം നിലനിൽക്കും. ഇത് ചർമ്മത്തെ 78 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറിൽ കൂടുതൽ ഈർപ്പമുള്ളതായി നിലനിർത്തുന്നു. ഇത് പൊട്ടാൻ അനുവദിക്കില്ല, ഉണ്ണാൻ അനുവദിക്കില്ല. നിങ്ങൾക്ക് ചുരച്ചിൽ ഇല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകില്ല. അതിനാൽ നിങ്ങൾക്ക് അതിന് മുൻഗണന നൽകാം. നിങ്ങൾക്ക് ഒരു പരീക്ഷണം നൽകാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വെളിച്ചെണ്ണ കലർത്തി നിങ്ങളുടെ ശരീരത്തെ മോയ്സ്ചറൈസ് ചെയ്യുക. നിങ്ങൾ ചികിത്സാവേളയിൽ ഉപയോഗിക്കുന്ന തെറാപ്യൂട്ടിക് ക്രീമുകൾ തുടർന്നും ഉപയോഗിക്കുക. വിയർപ്പ് പൊളിക്കാതെ ഇരിക്കാൻ ചില കാര്യങ്ങൾ ഓർമ്മിക്കുക. വിയർപ്പ് വന്നാൽ ഉടനെ തുടച്ചുകളയുക. കാരണം വിയർപ്പ് പ്രകോപനം വർദ്ധിപ്പിക്കും. പ്രകോപനം കൂടുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ തോന്നും, പിന്നീട് രക്തസ്രാവം ഉണ്ടാകും. അതിനാൽ വിയർപ്പ് നിങ്ങളുടെ ശരീരത്തിൽ ദീർഘനേരം തങ്ങാൻ അനുവദിക്കരുത്. അതിനാൽ വിയർപ്പ് തുടയ്ക്കുന്നത് തുടരുക അല്ലെങ്കിൽ ഉണക്കുക. വളരെയധികം AC ഉപയോഗിക്കരുത്. കാരണം ACയിലോ വളരെ തണുത്ത പരിസ്ഥിതിയിലോ തുടരുന്നത് ത്വക്കിനെ വരണ്ടതാക്കുന്നു. അതിനാൽ മുറിയിൽ ഹ്യൂമിഡിഫയറുകൾ ഉപയോഗിക്കുക. AC ഉപയോഗിക്കരുത്. അതുവഴി നിങ്ങളുടെ ചർമ്മം ഈർപ്പമുള്ളതായി തുടരും. ഹ്യൂമിഡിഫയറിൽ നിന്ന് ആവി രൂപപ്പെടുന്നത് തുടരുമ്പോൾ അത് ചർമ്മത്തെ വരണ്ടതാക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ ചർമ്മത്തിന്റെ വരൾച്ച വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ലിവർ നന്നായി പ്രവർത്തിക്കണം. ലിവർ ലെവൽ കൂടിയാൽ ചൊറിച്ചിലും കൂട്ടും. ചൊറിച്ചിൽ കൂടുതലായാൽ രക്തസ്രാവം ഉണ്ടാകും. നിങ്ങൾ അത് ചൊരിയുമ്പോൾ നിങ്ങളുടെ കരൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതിന്റെ മൂല്യങ്ങൾ യോജിച്ച അളവിൽ ആയിരിക്കണം. ബിലിറൂബിൻ, SUD, SPD എന്നിവ സാധാരണ അളവിൽ ആയിരിക്കണം. ഇരുമ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ഇരുമ്പ് പൂർത്തിയാക്കണം. കാരണം ഇരുമ്പ് കുറഞ്ഞാൽ ചൊറിച്ചിൽ കൂടുന്നു. ഈ കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുക എന്നത് ചൊറിച്ചിൽ കൂടാതിരിക്കാൻ ആണ്. ഈ ഘടകങ്ങളുടെ കുറവ് കാരണം ചൊറിച്ചിൽ വർദ്ധിക്കരുത്. അടുത്തതായി നിങ്ങൾ വളരെ അധികം എരിവുള്ള കാര്യങ്ങൾ കഴിക്കരുത്. ധാരാളം എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ ശരീരത്തിൽ ചൊറിച്ചിലും കത്തുന്ന തോന്നലും ഉണ്ടാകുന്നു. അതിനാൽ ഇത് സോറിയാസിസ് രോഗികൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ഞാൻ ഉറപ്പാണ്. അതിനാൽ സോറിയാസിസ് ട്രിഗർ ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അത് മസാലകളോ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ മാംസാഹാരമോ ആയാലും ശരി. ഏതൊക്കെ കാര്യങ്ങളാണ് സോറിയാസിസ് അല്ലെങ്കിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്വയം നോക്കണം. ഉദാഹരണത്തിന് കാപ്പി അല്ലെങ്കിൽ കഫീൻ ഉപഭോഗം ചൊറിച്ചിൽ ഉണ്ടാക്കുന്നു. അതിനാൽ നിങ്ങൾ അത് അവഗണിക്കണം. നിങ്ങൾ അത് കുടിക്കരുത് അല്ലെങ്കിൽ കഴിക്കരുത്. ഇപ്പോൾ ചൊറിയലിന്റെ കാര്യം വരുന്നു. നിങ്ങൾ ചൊറിച്ചിൽ എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ സോറിയാസിസ് ചർമ്മം സംരക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് ചൊറിച്ചിൽ ചെയ്യാതെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ്. നിങ്ങൾ കൂടുതൽ ചൊറിയുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിന് കൂടുതൽ നാശം സംഭവിക്കും. വേനൽക്കാലത്ത് അമിതമായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. അനാവശ്യമായി സൂര്യപ്രകാശത്തിൽ യാത്ര ചെയ്യരുത്. സൂര്യപ്രകാശത്തിന് കീഴിൽ ഇരിക്കരുത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ചർമ്മം വരണ്ടുപോകുന്നത് തടയാം. ഇത് വരണ്ടിട്ടില്ല, നനവുള്ളതും ഹൈഡ്രേറ്റഡുമാണെങ്കിൽ ചില മുൻകരുതലുകൾ എടുത്താൽ നിങ്ങൾക്ക് ചൊറിച്ചിൽ കുറവാകും. നിങ്ങൾക്ക് ചൊറിച്ചിൽ കുറവാണെങ്കിൽ വ്യക്തമായും നിങ്ങൾ ചൊറിയുകയോ രക്തം വരുകയോ ചെയ്യില്ല. അവസാനത്തെയും ഇനി നിങ്ങളുടെ ചികിത്സ എന്താണ് നടക്കുന്നതിനെ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ചികിത്സയിൽ ചൊറിച്ചിൽ നിയന്ത്രിക്കാൻ ഒരു മരുന്ന് ഉണ്ടാകണം. ചൊറിച്ചിൽ നിയന്ത്രിക്കുന്ന ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കണം.
അതിനാൽ നിങ്ങൾ ഏത് ചികിത്സ എടുക്കുന്നു എന്നും ഈ ചികിത്സ നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ എന്നും തീരുമാനിക്കുക. ഇപ്പോൾ ഏത് കാര്യങ്ങളാണ് നിങ്ങളെ അലർജിയോ ചൊറിച്ചിലോ ഉണ്ടാക്കുന്നത് എന്നതാണ് കാര്യം. അതിനായി നിങ്ങൾക്ക് ഒരു സമഗ്രമായ അലർജി ടെസ്റ്റ് നടത്താം. നിങ്ങൾക്ക് ചില വിഷയങ്ങളോട് അലർജിയുണ്ടെങ്കിൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അവഗണിക്കാൻ കഴിയും. നിങ്ങൾക്ക് അവരുടെ എക്സ്പോഷർ കുറയ്ക്കാൻ കഴിയും. നിങ്ങളുടെ ചൊറിച്ചിൽ കൂടാതിരിക്കാൻ നിങ്ങൾക്ക് അവയുടെ ഇൻടേക്ക് നിർത്താം. അവസാനം സിയ ഉൽപ്പന്നം ഉപയോഗിച്ച് നിങ്ങളുടെ സോറിയാസിസ് ചർമ്മത്തെ പരിപാലിക്കാൻ കഴിയും. ബോഡി വാഷ്, ഷാംപൂ, ലോഷൻ ഉപയോഗിക്കുക. അതുവഴി നിങ്ങളുടെ ചർമ്മം വരണ്ടുപോകില്ല, സംരക്ഷിതമായിരിക്കും, കേടുപാടുകൾ ഉണ്ടാകില്ല. നിങ്ങൾ അതിനെ വീണ്ടും വീണ്ടും ചൊറിച്ച് രക്തം വരാതെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് അത് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ എന്റെ ടീമിനെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ സോറിയാസിസ് പൂർത്തിയാക്കുക. നന്ദി. സൂക്ഷിക്കുക.